മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ 29 ദിവസമാണ് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത്. വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായാണ് അദ്ദേഹം കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം 29 ദിവസം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഏറെയും ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അത് ഭേദപ്പെടുന്നുവെന്ന് സൂചനകൾ തന്നിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഈ SUT ആശുപത്രിയുടെ CEO MD-യുമായ കേണൽ രാജീവ് മണ്ണാളിയും അതുപോലെ തന്നെ ഈ ചികിത്സയ്ക്ക് നേതൃത്വം കൊടുത്ത ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജശേഖരൻ നായരുമാണ്. വി എസിനെ പോലൊരു നേതാവ്, ആദ്യം നമുക്ക് CEO നിന്നും തുടങ്ങാം. എങ്ങനെയാണ് വി എസിനെ പോലൊരു നേതാവ് ചികിത്സയ്ക്ക് വരുമ്പോൾ? സാധാരണ എല്ലാ രോഗികൾക്കും ഒരേ പ്രിഫറൻസ് കൊടുക്കണം, എങ്കിൽ പോലും വി എസിനെ പോലുള്ള അത്രയധികം ജനങ്ങൾ ആരാധിക്കുന്ന എന്തെങ്കിലും ചെറിയൊരു തെറ്റ് പറ്റിയാൽ തന്നെ വലിയ രീതിയിൽ അത് സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുമായിരുന്നു. എങ്ങനെയാണ് അതിനൊരു ഒരുക്കങ്ങളൊക്കെ ആശുപത്രി നടത്തിയത്? സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ ഒരു ബന്ധുവാണ്. ബന്ധു എന്ന് വെച്ചാൽ 2019 അദ്ദേഹം ഇവിടെ ചികിത്സയിലിരുന്നിട്ടുണ്ട്. അന്നും കുറച്ച് കൂടുതൽ നാൾ ICUവിലൊക്കെ അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം രോഗം ഭേദമായി പോയി 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒരു ഹൃദയാഘാതം മൂലം അദ്ദേഹയുടെ ഇത് വരുന്നത്. ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പൽ അനുസരിച്ച് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ചികിത്സ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ വി എസിനെ പോലൊരു ജനപ്രീതി നേടിയ ഒരു നേതാവ് വരുമ്പോൾ പല അന്വേഷണങ്ങളും ഉണ്ടാവും, പലരും ഇവിടെ കാണാൻ വരും, പല കാര്യങ്ങളിലും ആശങ്കകൾ ഉണ്ടാകാം എന്നൊക്കെയുള്ള വിവരം ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ബോർഡ്, പല ഡിപ്പാർട്ട്മെൻറ്റിലും പല ഡിസിപ്ലിൻസിലുമുള്ള ഡോക്ടർമാർ, പ്രഗത്ഭരായ ഡോക്ടർമാരടങ്ങിയ ഒരു ബോർഡ് ഞങ്ങളുടെ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ കീഴിൽ നിത്യേനയൊന്നോണം കൂടുകയും ചികിത്സാ രീതികളും അതിൻ്റെ അവലോകനങ്ങളും അതുപോലെ അത് ബന്ധുക്കളെയും വിളിച്ച് അവരെയും കൂടി ഇരുത്തി പറഞ്ഞ് മനസ്സിലാക്കി അവരുടെയും കൂടെ ഒരു താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ട്രാൻസ്പെറൻസി ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിച്ചിരുന്നു. പിന്നെ അത് മീഡിയയെ അറിയിക്കുന്ന, മീഡിയയാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. വളരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും മെഡിക്കൽ ബുള്ളറ്റിൻ പുറപ്പെടുവിച്ചിരുന്നു. അത് ഒരു കൺഫ്യൂഷനും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും റൂമേഴ്സൊന്നും പുറത്ത് ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് ഇത്ര കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഞങ്ങൾ നീക്കിയിരുന്നത്. മുഖ്യമന്ത്രി വരെയുള്ള അല്ലെങ്കിൽ അതിന്റെ കുടുംബാംഗങ്ങളും സാധാരണ പ്രവർത്തകരും തൊട്ട് മുഖ്യമന്ത്രി വരെയുള്ള ആളുകളുടെ ഒരു മോണിറ്ററിംഗ് എപ്പോഴും ഉണ്ടാവുമല്ലോ സ്വാഭാവിക വി എസ് ചികിത്സ കിടക്കുമ്പോൾ. അങ്ങനെ ഒരു പ്രഷർ ഉണ്ടായിരുന്നോ? ഒരു പ്രഷറും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി 2 പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. അദ്ദേഹം കൂടെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. പക്ഷേ ഒരു ആശുപത്രി നിബന്ധനകളിലോ ആശുപത്രിയുടെ ചികിത്സാ രീതികളിലോ അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചൊന്നും ഒരു ഇടപെടലും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ചികിത്സയെക്കുറിച്ച് തൃപ്തി മാത്രമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ എല്ലാ ദിവസവും നിത്യേന പുറപ്പെടുവിക്കുന്നതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ചും ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ മീഡിയയിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്ന് പോലും വളരെ നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത്. ഞങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് തോന്നിയില്ല. ഈ വല്ലാതെ ക്രൗഡഡാവായത് പല ദിവസങ്ങളിൽ ആശുപത്രി, കുടുംബത്തിന്റെ പിന്തുണകളുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ദൈനംദിന പ്രവർത്തനത്തെ തരത്തിൽ അതൊരു അഫക്റ്റ് ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒരു വിധത്തിലും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഇൻഫാക്റ്റ് അദ്ദേഹം നിര്യാതനായ ദിവസം 869 ഔട്ട് പേഷ്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല, വന്ന നേതാക്കൾക്കോ ഇവിടെ കൂടിയ പൊതുജനങ്ങൾക്കോ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പോലീസ് ഫോഴ്സ് ആയാലും ഇവിടെ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ജനക്കൂട്ടം ഈ ക്യാമ്പസിനകത്ത് കണ്ടു. ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തോന്നിയില്ലെന്നുള്ളതാണ് വാസ്തവം. എല്ലാ കാര്യങ്ങളിലും എല്ലാവരും, നേതാക്കളാകട്ടെ, പ്രവർത്തകരാകട്ടെ, അല്ലെങ്കിൽ ജനക്കൂട്ടമാകട്ടെ, പോലീസാകട്ടെ, മീഡിയ ആകട്ടെ, എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ത്രൂ ഔട്ട്. ഡോക്ടർ വി എസിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഈ വരുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ 2-3 വരി മാത്രമാണ് ഇതുവരെ പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. എന്തായിരുന്നു വി എസ് ഇവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു? എത്രത്തോളം ഗുരുതരമായിരുന്നു ആ ഹൃദയാഘാതം? തീർച്ചയായിട്ടും ബഹുമാനായ വി എസ് അച്യുതാനന്ദൻ ആശുപത്രിയിലേക്ക് വരുന്നു എന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടിയിരുന്നത് തൊട്ട് നമുക്ക് അത്യാവശ്യമുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അദ്ദേഹം വന്ന ആംബുലൻസിൽ നിന്ന് തന്നെ ഡോക്ടർമാരുടെ ഒരു സംഘമാണ് അദ്ദേഹത്തെ ERലേക്ക് നയിച്ചത് തന്നെ.
അതിനുശേഷം വളരെ ഇൻറ്റൻസീവായിട്ട് ഈ CPR നൽകുകയും ഏതാണ്ടൊരു 10-16 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് നമുക്ക് റെസിസ്റ്റേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് പ്രോബ്ലംസ്, കാരണം ഈ ഓക്സിജൻ്റെ സപ്ലൈ നമ്മുടെ വൈറ്റൽ ഓർഗൻസിന് കിട്ടിയില്ലെങ്കിൽ, അപ്പോൾ എല്ലാ കാർഡിയാക് അറസ്റ്റിലും അതാണ് സംഭവിക്കുന്നത്. അത് വിശേഷിച്ച് നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണെന്നുണ്ടെങ്കിൽ ഈ ഡാമേജ് വളരെ വലുതായിരിക്കും. വീട്ടിൽ വെച്ച് CPR കൊടുത്തിരുന്നു, അങ്ങനെ വീട്ടിൽ വെച്ച് CPR കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടുന്ന് ആംബുലൻസ് പോയി അദ്ദേഹത്തിനെ കൊണ്ടുവരുമ്പോൾ ആ സംഘവും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം നമുക്ക് CPR കൊടുക്കാൻ പറ്റി. പക്ഷേ ഇവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് മിടിപ്പ് ഇല്ലായിരുന്നു. സബ്സിക്വൻ്റ്ലി നമുക്കത് റെസ്റ്റോർ ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് നമ്മൾ ICU യൂണിറ്റിലേക്ക് സാധാരണ ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് അങ്ങനെ CPR കൊടുക്കുന്നതിനൊക്കെ ഒരു പ്രായോഗിക പ്രശ്നങ്ങളില്ല, ആരോഗ്യപരമായിട്ട് അങ്ങനെ എളുപ്പമാണ്? ഈ 102-ാം വയസ്സിലേക്ക് പോകുന്ന ഒരാൾക്ക് ഇങ്ങനെ CPR ഒക്കെ അത്രയും കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ തടസ്സമൊന്നുമില്ല. പക്ഷേ അത്തരത്തിലുള്ള ഈ രോഗികൾ ഇപ്പം അധികം കാണാറില്ല. സാധാരണ ഒരു 80 വയസ്സിന് അപ്പുറമുള്ള രോഗികൾ നമുക്ക് സാധാരണ കാണാറില്ല, കുറവായിരിക്കും. എന്നിരുന്നാലും നമ്മൾ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ സാധാരണ ചെയ്യാറുണ്ട്. ഇത് ഒരു 16 മിനിറ്റ് ആയപ്പോഴത്തേക്ക്. പക്ഷേ അതിനു മുമ്പേ വീട്ടിൽ വെച്ച് എത്ര സമയം അദ്ദേഹത്തിന് ഹാർട്ട് നിന്നുപോയി എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. തീർച്ചയായിട്ടും അതൊരു പ്രോങ്ഡ് ഇൻ്റർവെൽ ആയിരുന്നു കാണും. കാരണം ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പല ഓർഗൻസിനും ഒരു ഡാമേജ് വന്നിരുന്നു. നിലച്ച ഹൃദയമായിട്ടാണ് VS ഇവിടേക്ക് വരുന്നത്. അവിടെ നിന്നാണ് VS 29 ദിവസം സർവൈവ് ചെയ്തത്, അതല്ലേ? അതൊരു അത്ഭുതം എന്ന് പറയാൻ പറ്റുമോ? കാരണം ഈ പ്രായത്തിലൊരാൾ, അത് അത്ഭുതം തന്നെയാണ്. തീർച്ചയായിട്ടും അത്ഭുതം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മനോദാർഢ്യവും ഏത് പ്രതിസന്ധിയും നേരിടാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് ആ 29 ദിവസം അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത്. പിന്നെ എങ്ങനെയായിരുന്നു ഈ തുടർ ചികിത്സ? ഈ ഓർഗൻസ് ഓരോന്നായിട്ട് ഫെയിൽ ആവുന്നു, അങ്ങനെയാണോ? അതെ. കാരണം ഈ ഹൃദയാഘാതത്തെ തുടർന്ന് ശരീരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങളും, ഉദാഹരണത്തിന് ബ്രെയിൻ, ലങ്സ്, ഹാർട്ടിൻ്റെ ഇത് റിസ്റ്റോർ ചെയ്യാൻ പറ്റി. എന്നിരുന്നാലും ഹാർട്ട് കുറച്ചുകൂടെ വീക്കായിരുന്നു. പിന്നെ ലിവർ, കിഡ്നി എല്ലാത്തിനും ഡാമേജ് പറ്റി. അപ്പം ഈ ഓർഗൻസിൻ്റെ എല്ലാം പ്രവർത്തനം നമുക്ക് ഒരു റിസ്റ്റോർ ചെയ്യാനായിട്ട് കുറേ സമയം, ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് പരസ്പര വിരുദ്ധവുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് എല്ലാവരും കൂടെ ഒരു കൂട്ടായ പ്രയത്നത്തിൽ പാളിച്ചകളൊന്നും ഉണ്ടാകാതെ ഇദ്ദേഹത്തിൻ്റെ ഈ വിലപ്പെട്ട ജീവൻ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മാക്സിമം, ഭാഗ്യവശാലും നമ്മുടെ ICUയിലും അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇതിനു വേണ്ടി ഒരു പ്രത്യേകം മുറി കൊടുക്കാൻ തന്നെ നമുക്ക് അന്ന് ഒഴിവുണ്ടായിരുന്നുകൊണ്ട് പറ്റി ICUക്കകത്ത്. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്താൻ എളുപ്പമായി. പിന്നെ കൂടാതെ വേണ്ടപ്പെട്ട ബന്ധുക്കളെ അകത്ത് കയറ്റി കുറച്ച് നേരം ഇരുത്താനുമുള്ള സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കുക. സാധാരണ നമുക്ക് അങ്ങനെ പറ്റാറില്ല. പക്ഷേ ഈ അവസരത്തിൽ അച്യുതാനന്ദന് അത്തരത്തിലുള്ള ഒരു കെയറും നമുക്ക് അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കണ്ടിന്യൂസ് ഡയാലിസിസിലേക്കല്ലേ ആ ദിവസമൊക്കെ പോയിരുന്നു, അല്ലേ? നമുക്ക് മെഡിക്കൽ ബിൽഡിംഗ് ഉള്ളവരെ മാത്രമേ അറിയാവൂ, ചോദിക്കുകയാണ്. അപ്പോൾ ശരിയെന്നറിയില്ല. അങ്ങനെ കണ്ടിന്യൂസ് ഡയാലിസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നമ്മൾ സാധാരണ ഡയാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3-4 മണിക്കൂർ കൊണ്ട് നിർത്തുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇദ്ദേഹം അത് താങ്ങുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് ഒരു CRRT, അതായത് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെൻറ്റ്, ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞതും എന്നാൽ നീണ്ടു നിൽക്കുമെന്ന് അത്തരത്തിലുള്ളൊരു പ്രക്രിയ, അത് വളരെ അപൂർവ ആശുപത്രികൾ മാത്രമേ ഇപ്പോൾ അതിൽ നിലവിലുള്ളൂ. അത് ഇദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റി. അതുപോലെ തന്നെ സ്ലെഡ് എന്നും പറഞ്ഞ് വേറൊരു സാങ്കേതിക വിദ്യ, അതുമെല്ലാം ഈ ഡയാലിസിൻ്റെ മോഡിഫിക്കേഷൻസാണ്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും ദിവസം അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ നമുക്ക് സാധിച്ചത് തന്നെ. ഈ മരുന്നുകളോട് അദ്ദേഹത്തിൻ്റെ ശരീരം തുടക്കം മുതൽ പ്രതികരിച്ചിരുന്നോ? അല്ലെങ്കിൽ ഈ വരുമ്പോൾ നിർദ്ദേശിച്ചതിന് ശേഷമുള്ളത് കൃത്യമായി അത് ഈ പ്രായത്തിലൊക്കെ സ്വാഭാവികമാണോ? അങ്ങനെ മരുന്നുകളോടും ഈ ഗുരുതരാവസ്ഥയിലൊക്കെ പ്രതികരിക്കുന്ന രോഗി സാധാരണഗതിയിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2-3 ദിവസം നമ്മൾ മരുന്ന് കൊണ്ട് ഈ ഹൃദയത്തിൻ്റെ പ്രവർത്തനമൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു അത്ഭുതം എന്ന് തന്നെ പറയട്ടെ, ഇതൊന്നും മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം യാതൊരു താളമൊന്നും ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊരു ആശയുടെ കിരണങ്ങളൊക്കെ ആ സമയത്ത് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ചില മെഡിക്കൽ ബുള്ളറ്റിൽ അതിൻ്റെ ഒരു ലാഞ്ചന, ശുഭാപ്തിവിശ്വാസത്തിൻ്റെ ഒരു ലാഞ്ചന കണ്ടിരുന്നത്. ബെറ്റർ ആവുമെന്ന് തന്നെ തോന്നിയിരുന്നു, ഇടയ്ക്ക് വെച്ച് തോന്നിയിരുന്നു. പിന്നെ കിഡ്നിയുടെ പ്രവർത്തനമൊക്കെ അതും ഇടയ്ക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്തിരുന്നു. പക്ഷേ സബ്സിക്വൻ്റ്ലി അതും ഒന്ന് കുറഞ്ഞു പോയി. എന്തുണ്ടാകും ഇങ്ങനെ വികസന ശരീരപ്രകൃതി കൊണ്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ വ്യായാമവും അദ്ദേഹത്തിന്റെ ജീവിതശൈലിയൊക്കെ ഉണ്ടാവുമോ ഇങ്ങനെ തിരിച്ചു വരാൻ എപ്പോഴും ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി കൂടെ ഉണ്ടതാണ്? അങ്ങനെ നമുക്കൊരു വ്യക്തമായിട്ട് നമുക്കൊരു ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ഈ ബോഡി ഇത്തരത്തിലുള്ള ഇൻസൾട്ടുകളെയൊക്കെ തടുക്കാനായിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് സഹായിച്ച് കാണും എന്ന് വേണം അനുമാനിക്കാനായിട്ട്.
ഈ അവസാനം ഈ BP ലോ എങ്ങനെ പോകായിരുന്നു? രക്തസമ്മർദ്ദം കുറഞ്ഞ എങ്ങനെയാണോ അതൊരു കൊളാപ്സിലേക്ക്? അതായത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ രക്തം കട്ടിപ്പിടിക്കാത്ത ഒരവസ്ഥ. അത് സാധാരണഗതിയിൽ ഇതുപോലെയുള്ള മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ വരുമ്പോഴത്തേക്ക് സാധാരണ എല്ലാ പേഷ്യൻറ്റിലും വരുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ്. ഇദ്ദേഹത്തിന് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റി. പക്ഷേ 21-ാം തീയതി രാവിലെ മുതൽ അദ്ദേഹത്തിന് ഈ DIC എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ കുറച്ച് ഗുരുതരമായി, കുറേ ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായി, കുടലിലുമൊക്കെ ബ്ലീഡിങ് വന്നു. അതിനുശേഷം BP ഫോളോ ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു അനന്തരഫലമായിട്ട് ഒരു 3:20 അദ്ദേഹം ദിവംഗതരാകുകയാണ് ചെയ്തത്. ശരിക്കും ഈ മറ്റു പല പേഷ്യൻസും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രതിരോധം പുള്ളിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ശരിക്കും ഒരു ഫൈറ്റ് മനസ്സിൽ നിന്നും ആരോഗ്യ ശരീരത്തൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പോരാളിയായിരുന്നു അവസാനം വരെ എന്ന് കാണിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും പ്രവർത്തിച്ചതെന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ക്രിയാറ്റിൻ തന്നെ വളരെ കൂടി വന്നിട്ട് പിന്നെ താഴ്ന്നു വരുന്നതും കണ്ടു. മരുന്നുകളോടുള്ള പ്രതികരണവും വളരെ ആശാവഹമായിരുന്നു. അപ്പോൾ ഇതിൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആകത്തുകയായിട്ടുള്ളൊരു പ്രതിഫലനമാണ് നമ്മളിവിടെ കണ്ടത്. അല്ലെങ്കിൽ 29 ദിവസം ഇത്രയും പ്രായമുള്ളൊരു വ്യക്തിക്ക് അത്രയും അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് ശരിക്കും സാധാരണഗതിയിൽ. വീട്ടിലേക്ക് അദ്ദേഹത്തെ മടക്കി വിടാൻ കഴിയുന്നതിനൊരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചു. ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ തോന്നിയിരുന്നത് പ്രായമൊക്കെ ഒരു തടസ്സമാണെങ്കിൽ പോലും അങ്ങനെ ചിലപ്പോഴെങ്കിലും തോന്നിയിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ചികിത്സകൾ കണ്ടിന്യൂ ചെയ്തത്. ബന്ധുക്കൾക്കും അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം. മകൻ പലപ്പോഴും വളരെ നമ്മൾ പുറത്തുനിന്നൊക്കെ അറിയുന്ന വിവരത്തിന് അപ്പുറത്തേക്ക് എപ്പോഴും മകന്റെ ഒരു കോൺഫിഡൻസും അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടും എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും വളരെയേറെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും 3 കാര്യങ്ങളാണ്. ഒന്ന് പേഷ്യൻ്റെ ഇൻട്രസ്റ്റ്, പിന്നെ ബന്ധുക്കളുടെ, പിന്നെ നമ്മുടെ. ഇത് 3ഉം ഏതാണ്ട് ഒരേ തരത്തിൽ നമുക്ക് ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനോധൈര്യവും അദ്ദേഹത്തിന് അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കുറേയൊക്കെ ആത്മവിശ്വാസം പകർന്ന ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പലപ്പോഴും ഈ VSന്റെ ഇത്ര ദിവസം ചികിത്സ കൊണ്ടുപോകുമ്പോൾ എന്തിനിങ്ങനെ ഒരാളെ നരകിപ്പിക്കുന്നു? വെന്റിലേറ്റർ നരകമാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പല ചർച്ചകൾ. ഒരിക്കലും വേണ്ടി ഒരു വൈദ്യശാസ്ത്രപരമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരിക്കും. ഒരു അങ്ങനെ ഒരു ചർച്ച കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ ശക്തിയായിട്ടുണ്ടായത്. അതിനോട് എന്താണ് മറുപടി വരാനുള്ളത്? തീർച്ചയായിട്ടും ഗുരുതരമായ എല്ലാ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ബാക്കി കണ്ടു നിൽക്കുന്നവർക്കും തോന്നുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ നമ്മൾ 2 തരത്തിലാണ് അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്നാമത് ഈ രോഗി സർവൈവ് ചെയ്യുമ്പോൾ നമ്മുടെ അച്യുതാനന്ദ സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരത്തിലൊരു അസസ്മെൻ്റൊക്കെ നടത്തി. അപ്പം ബ്രെയിൻ ഡെഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയില്ല. കാരണം ബ്രെയിനിലേക്കുള്ള രക്ത ഓട്ടം അപ്പോഴും നിലച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരാളിനെ നമുക്ക് തീർച്ചയായിട്ടും എഴുതി തള്ളാൻ പറ്റുകയില്ല. അപ്പം നമ്മുടെ കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി ശ്രമിക്കുകയാണ് നമ്മളെപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ വളരെ പോസിറ്റീവായിരുന്നു റൈറ്റ് ത്രൂ. അപ്പോൾ ഈ നേരത്തെ മകൻ്റെ കാര്യം ചോദിച്ചു. മക്കൾ 2 പേരും അതുപോലെ കുടുംബം ഒന്നാകെ തന്നെ ഞങ്ങളുടെ എല്ലാ ആക്ഷൻസും സപ്പോർട്ടീവായിരുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെപ്പോലെ തന്നെ SUT ഫാമിലി എന്നാണ് ഞങ്ങൾ സ്വയം പറയുന്നത്. അതുപോലെ തന്നെയായിരുന്നു അവരും പെരുമാറിയിരുന്നത്. അപ്പോൾ ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് ഡോക്ടർമാർക്ക് പ്രത്യേകിച്ചും ഒരു ആശങ്കയ്ക്കും അവകാശം ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് കൺഫ്യൂഷൻസ് ഒന്നും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നില്ല. എല്ലാ ദിവസവും ബോർഡ് മീറ്റ് ചെയ്തിരുന്നു. ആ ബോർഡിൽ കുടുംബാംഗങ്ങളുണ്ടായിരുന്നു. മകൻ അരുൺകുമാർ എന്നും ഉണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് മെഡിക്കൽ ബോർഡ് എങ്ങനെയായിരുന്നു? അവരുടെ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു? ഗവൺമെന്റ് മെഡിക്കൽ ബോർഡ് അതായത് അഡ്മിഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ രംഗത്ത് വരുന്നത്. ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വിദഗ്ധരായ ഒരു 7 ഡോക്ടർമാരുടെ സംഘം എന്തെങ്കിലും ഒരു മാറ്റം വേണമോ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. പക്ഷേ അവരുടെ പരിശോധനയ്ക്ക് ശേഷം അവർ നമ്മുടെ നിഗമനത്തിൽ തന്നെ അവരും അതിലേക്ക് കൺവേർ ചെയ്ത് വരികയാണ് ചെയ്തത്. അത് കണ്ടിന്യൂ ചെയ്താൽ മതി എന്നൊരു അഡ്വൈസാണ് തന്നത്. പിന്നെ രണ്ടാമതൊരിക്കൽ കൂടി ജൂലൈ 11 വീണ്ടും അവർ വന്ന് സന്ദർശിച്ചു. അന്നും വ്യക്തമായിട്ട് ഒരു മാറ്റം അവരും ഉന്നയിച്ചിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സ്ട്രെങ്താണ്. കാരണം വേറെ ആൾക്കാരുടെ അഭിപ്രായം കൂടെ നമ്മൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ എടുക്കുകയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആ ശരി എന്നുള്ള ഒരു അംഗീകാരത്തിൻ്റെ ഒരു ഇതാണ്.
അതിനാണ് VS എന്ന നേതാവ് തന്നെ ഒരു അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം അത്തരം വലിയൊരു അത്ഭുതം തന്നെയാണ്. ഈ പ്രായത്തിലും അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിച്ചു. 82 വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക, അതിനും വീണ്ടും 10-15 വർഷമൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുക എന്നൊരു നേതാവിൻ്റെത് അത്യന്തം അപൂർവമായ ഒരു ജീവിതമാണ്. ആശുപത്രി ചികിത്സയും അങ്ങനെ തന്നെയായിരുന്നു. പലപ്പോഴും ഈ പ്രായത്തിൽ രോഗികൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്ന് പലരും ആഗ്രഹിച്ചു പ്രതീക്ഷിച്ചു നോക്കുക. VS ആയതുകൊണ്ട് മാത്രമാണ്. ആ അനുഭവങ്ങളാണ് ഈ ആശുപത്രി അധികൃതർ പങ്കുവച്ചത്. അവരുടെ ഏറ്റവും മികച്ച ചികിത്സ അദ്ദേഹത്തിന് ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.